അകറ്റാൻ വരുന്ന മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളെയും കാലം ഇല്ലാതാക്കുമെന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ. സമന്വയം പൊന്നാനി സംഘടിപ്പിച്ച പെരുന്നാളുരുത്തം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യനെ ചേർത്തു പിടിക്കുന്ന മനോഹാരിത ഏറെ വൈകാതെ തിരിച്ചുവരും. മനുഷ്യരെ അകറ്റി ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല. അകൽച്ചയെ സൃഷ്ടിക്കുന്നവർക്ക് ഏറെക്കാലം മുന്നോട്ട് പോകാനാകില്ല. അകൽച്ചയുടെ ഏറ്റവും വലിയ വക്താവ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇപ്പോഴത്തെ അകൽച്ചയുടെ വക്താക്കൾ ഹിറ്റ്ലറെ മിമിക്രി ചെയ്യുന്നവർ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചേർന്നിരുന്നത് തന്നെയാണ് ചരിത്രം. ചേർന്നിരിക്കാൻ പാടില്ല എന്ന് ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിൽ പറഞ്ഞത് ചില അധികാര സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടാണ്. ഉറുപ്പിന്റെ ഭാഷണം ഇന്ത്യയിൽ പല കാലഘട്ടങ്ങളിലുണ്ടായി. പക്ഷെ അതൊരു വലിയൊരു രാഷ്ട്രീയ ആശയമായി ഉറുപ്പിനെ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ആളുകൾ ജാതിയും മതവും ഗോത്രവും എല്ലാം മറന്നിട്ട് ആളുകൾ ഒന്നിച്ചു നിന്നപ്പോൾ അവരെ വിഭജിക്കേണ്ടത് അനിവാര്യമാണ് എന്ന തോന്നലുണ്ടായി. വിഭജിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തി കുറയും എന്ന ഒരു തോന്നൽ അവർക്കുണ്ടായി. അതിനവർ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ചരിത്രത്തില് ഒരിക്കലും ഒരു ചെറിയൊരു കാലയളവിൽ മാത്രമേ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ചെറിയൊരു കാലയളവിൽ മാത്രമേ വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും വക്താക്കൾക്ക് വിജയമുണ്ടാകൂ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ മുഹമ്മദ് കാസിംകോയ അധ്യക്ഷത വഹിച്ചു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുഖ്യാതിഥിയായി. വി രാമകൃഷ്ണൻ, അജിത് കൊളാടി, ഫർഹാൻ BM, അഡ്വക്കേറ്റ് സിദ്ദീഖ് പന്താവൂർ, അബ്ദുൽ മജീദ് ഫൈസി, അബ്ദുറഹിമാൻ ഫാറൂഖി, ഫൈസൽ ബാബു സലഫി, ഡോക്ടർ ഹിലാൽ ഐരൂർ, അബ്ദുൽ ലത്തീഫ് സുല്ലമി, ഡോക്ടർ TK സലാഹുദ്ദീൻ, KK മുഹമ്മദ് ഇക്ബാൽ, സോമസുന്ദരൻ കാക്കുളിൽ, KV നദീർ, CV അബു സാലിഹ് എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.